ഹലോ മക്കൾസ്, വെൽക്കം ടു എജുപോട്ട്. എടാ ഇന്ന് നമ്മൾ പൊപ്പൊളിക്കും. ഓക്കെ, ഒരു കിണ്ണം കാച്ചിട്ടുള്ള ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. പരീക്ഷയ്ക്ക് 4 മാർക്ക് സെറ്റാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. 4 മാർക്ക് സെറ്റാക്കാൻ പറ്റുന്ന ഒരു ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ ദ ജോയിന്റ് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ കുറെ ഹിന്റുകൾ തരും, കുറെ ക്ലൂ തരും, കുറെ സൂചകങ്ങൾ തരും. എന്നിട്ട് ജോയിന്റ് ഏതാന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, ഞാനും കൂടി സഹായിക്കും. കമോൺ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തരാം. നമുക്ക് ഏതാണ്? നമുക്കൊരു പച്ച കളറാക്കാം, പച്ച. ഓക്കെ, അപ്പൊ ആദ്യ കശേരുമായി ഫസ്റ്റ് എ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമ്മൾ പരിശോധിക്കുന്നത് കേട്ടോ. ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗത്തെ സന്ധി. ഓക്കെ, ജോയിന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സന്ധി എന്നാട്ടോ, മന്തി അല്ല, സന്ധി. ഓക്കെ, അപ്പോ ആദ്യ കശേരു നട്ടെല്ലിന്റെ ആദ്യത്തെ കശേരു തലയോടുമായി ചേരുന്ന ഈ ഒരു ഭാഗത്തെ സന്ധി ഏത് എന്നുള്ളതാണ്. ദ പോയിന്റ് വേർ ദ ഫസ്റ്റ് വെർട്ടിബ്രെ ജോയിൻസ് ദ സ്കള്ളുമായിട്ട് ജോയിന്റ് ചെയ്യുന്ന ആ ഒരു ജോയിന്റിനെ വിളിക്കുന്ന പേരെന്താണ്? എന്താണ്? പിവട്ട് ജോയിന്റ്. എന്താണ്? പിവട്ട് ജോയിന്റ് അല്ലെങ്കിൽ പൈവട്ട് ജോയിന്റ്. ഓക്കെ, പിവട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, മലയാളത്തിൽ ഇതിന് കീലസന്ധി എന്നാ പറയാം. കീലസന്ധി നിങ്ങൾക്കറിയാം, എനിക്കറിയാം. പോട്ടെ, ഞാൻ അടുത്തടുത്ത് ഒരു വശത്തേക്ക് മാത്രം ചലനം സാധ്യമാക്കുന്നു. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടേക്ക് മാത്രം ചലനം, ഇങ്ങോട്ട് ഓപ്പോസിറ്റ് പറ്റില്ല. കൈമുട്ട്, കാൽമുട്ട്, എൽബോ, നീ. എന്താണ്? പറ. കിട്ടി. യെസ്, അതന്നെ. അതെന്താണ്? ഹിഞ്ച് ജോയിന്റ് ആണ്. എന്ത് ജോയിന്റ് ആണ്? ഹിഞ്ച് ജോയിന്റ് അല്ലെങ്കിൽ വിജാഗിരി സന്ധി. എന്താണ്? വിജാഗിരി സന്ധി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിജാഗിരി സന്ധിക്ക് പകരം ഞാൻ എന്താ എഴുതിൻ്റെ അറിയോ? വിനാഗിരി സന്ധി. ഞാനന്ന് മലയാളം മീഡിയമാണ്. വിനാഗിരി പറഞ്ഞാൽ സുർക്കയാണ്. എന്താണ് കെമിസ്ട്രിയിൽ വിനാഗിരിയെ കുറിച്ച് പഠിക്കാണ്ട്. അപ്പൊ ഞാൻ ആ ഒരു ഫ്ലോയിലാണ് എഴുതി കേട്ടോ, വിജാഗിരി സന്ധി. അപ്പോൾ അത് നിങ്ങൾ മാറരുതിട്ടോ, ഞാൻ വെറുതെ പറഞ്ഞോളൂ. വിജാഗിരി സന്ധി. ഇതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഹിഞ്ച് ജോയിന്റ്. ഇനി അടുത്തത് സി ഷോൾഡർ ജോയിന്റ്. അതെന്തിനു ഉദാഹരണമാണ്? ഷോൾഡർ ജോയിന്റ്. ഷോൾഡർ ജോയിന്റ് എല്ലാ ഭാഗത്തേക്കും തിരിക്കാൻ പറ്റും, മൂവ്മെന്റ് ഇൻ ഓൾ ഡിറക്ഷൻ. അതെന്തിനു ഉദാഹരണം? ഏത് ജോയിന്റിന് ഉദാഹരണം? പറയ്. എടാ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. എന്താണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന് ഉദാഹരണമാണ്. മലയാളത്തിൽ അതിനെന്താ പറയാ? പറയ്. ഗോളര സന്ധി. എന്താ പറയാ? ഗോളര സന്ധി. എന്നാൽ അവസാനത്തത് ഡി ഓപ്ഷൻ ഡി. ഓക്കെ, സോറി, ക്ലൂ ഡി, സൂചകം ഡി. കാൽക്കുഴലിലെ സന്ധി അല്ലെങ്കിൽ ആംഗിൾ ജോയിന്റ്. നമ്മളെ ആംഗിൾ ഇല്ലേ കാലിന്റെ, അത് ഏത് ടൈപ്പ് ജോയിന്റാ? അല്ലെങ്കിൽ കയ്യിലുള്ള ഈ റിസ്റ്റ് ഇല്ലേ, അത് ഏത് ടൈപ്പ് ജോയിന്റ്? അതായത് ഇതൊക്കെ ഏത് ടൈപ്പ് ജോയിന്റ്? ഈ ഒരു പോർഷനിലുള്ള ജോയിന്റ് ഒക്കെ ഏത് ടൈപ്പ് ജോയിന്റാ? പിടി കിട്ടി. അതേത് ടൈപ്പ് ജോയിന്റാ? ഗ്ലൈഡിങ് ജോയിന്റ്. എന്താണ്? ഗ്ലൈഡിങ് ജോയിന്റ്. ഗ്ലൈഡിംഗിലേക്ക് മൂവ്മെന്റ് നടത്തുന്ന ആളാണ് ആര്? ഗ്ലൈഡിങ് ജോയിന്റ്. അല്ലെങ്കിൽ തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയും. എന്ത് നീങ്ങുന്ന സന്ധി? തെന്നി നീങ്ങുന്ന സന്ധി. ഓക്കെ, സന്ധി, സടി എന്നല്ല, സന്ധി. ഓക്കെ, സന്ധി. ഇനി ഇതുപോലെ തന്നെ ഇതിപ്പോ നമ്മളിപ്പോ 4 മാർക്ക് ഇവിടെ സെറ്റാക്കി. ഇത് പരീക്ഷയ്ക്ക് ഈ ഒരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആൻസർ ചെയ്യണം. ഇനി ഞാനിതൊരു ട്വിസ്റ്റ് ആയിട്ട് വേറെ രീതിയിൽ എന്താണ് ചോദിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കാം. ഇനേബിൾസ് മൂവ്മെന്റ് ഇൻ ഡിഫറെന്റ് ഡിറക്ഷൻ. അതായത് പല ഭാഗങ്ങളിലേക്കും മൂവ്മെന്റിന് സഹായിക്കുന്ന നാനാഭാഗത്തേക്കും മൂവ്മെന്റിന് സഹായിക്കുന്ന ജോയിന്റ് ഏത്? ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ കറക്റ്റ് മനസ്സിലാക്കണം. നാനാഭാഗത്തേക്കും എന്നാണ്, നോട്ട് എല്ലാ ഭാഗം എന്ന് പറഞ്ഞിട്ടില്ല. ആൾ ഡിറക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല, ഡിഫറെന്റ് ഡിറക്ഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആൾ ഡിറക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല, ഡിഫറെന്റ് ഡിറക്ഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വരിക എന്താ അറിയോ? ഇവിടെ ആൻസർ വരിക എന്താന്ന് ചോദിച്ചാൽ പിവട്ട് ജോയിന്റ് അല്ലെങ്കിൽ കീല സന്ധിയാണ് വരിക. പിവട്ട് അല്ലെങ്കിൽ കീല. ഓക്കെ, ഇതാണ് വരിക. സന്ധി ജോയിന്റ് അത് നിങ്ങൾ കൂട്ടിച്ചേർക്കൂലേ? ഓക്കെ, അല്ലെങ്കിൽ കീല സന്ധി, പിവട്ട് ജോയിന്റ് അല്ലെങ്കിൽ കീലസന്ധി. ഓക്കെ, അപ്പൊ ചില ആളുകൾക്ക് ഉണ്ടാവും ഡിഫറെന്റ് ഡിറക്ഷൻ, നാനാഭാഗത്തേക്കും തിരിക്കാൻ പറ്റും. അത് സാറേ, അത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അല്ലേ എന്നുള്ളത് ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. അതല്ല, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എല്ലാ ഭാഗത്തേക്കും തിരിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഡിഫറെന്റ് ഡിറക്ഷൻ ആണ്. ഡിഫറെന്റ് ഡിറക്ഷൻ, നാനാഭാഗത്തേക്ക് തിരിക്കാൻ പറ്റും. അതിനർത്ഥം അത് എല്ലാ ഭാഗത്തേക്കും തിരിക്കാൻ പറ്റുന്നല്ല. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അപ്പൊ ഇതിന് ഉദാഹരണം എന്തായിരുന്നു? ഇവിടുത്തെ എല്ലല്ലേ, ഈ കശേരു തലയോടുമായി ചേരുന്ന സ്കള്ള് വെർട്ടിബ്രയുമായി ചേരുന്ന ഈ ഒരു ഭാഗമല്ലേ, ഇത് ഇങ്ങോട്ട് തിരിക്കാം. മുന്നിക്ക് തിരിക്കാം, ഇങ്ങോട്ട് തിരിക്കാം, തിരിച്ചൂടെ? ഇങ്ങോട്ടും തിരിക്കാം, തിരിച്ചൂടെ? എന്നാ ഒരു രസത്തിന് ബാക്ക് കിട്ടി തിരിച്ചാൻ പറ്റുമോ? എന്തിനും തല കറക്കണ പോലെ ബാക്ക് തിരിക്കാൻ പറ്റുമോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, നാനാവശത്തേക്ക് പറ്റും, പക്ഷെ എല്ലാ വശത്തേക്കും പറ്റൂല. ഓക്കെ, ഇങ്ങോട്ട് പറ്റും, ഡിഫറെന്റ് ഡിറക്ഷൻ അല്ലേ, ഇതൊക്കെ ഡിഫറെന്റ് ഡിറക്ഷൻ അല്ലേ, ഇങ്ങോട്ടൊക്കെ പറ്റും, പക്ഷെ എല്ലാ ഭാഗത്തേക്കും പറ്റില്ല. എന്നാൽ നേരെ മറിച്ച് നമ്മളെ കൈയിന്റെ അടുത്തുള്ള ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഷോൾഡർ ജോയിന്റ്, ഇത് എല്ലാ ഭാഗത്തേക്കും തിരിച്ചുകൂടെ? ഇങ്ങോട്ട് പറ്റും, ബാക്ക് പറ്റും, ഇങ്ങോട്ട് പറ്റും. ഇത് ഇങ്ങനെ കറക്കിക്കൂടെ? കറക്കാം, ഇങ്ങനെ കറക്കാം, എങ്ങനെ കറക്കാം? അത് ഇത് ഏത് ഭാഗത്തേക്കും തിരിക്കാം. ഇതാണ് ഓൾ ഡിറക്ഷൻ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ഡിഫറെന്റ് ഡിറക്ഷനാണ്. അപ്പൊ വ്യത്യാസം മനസ്സിലാക്കണം. ഇനി അടുത്തത് ഇനേബിൾസ് മൂവ്മെന്റ് ഇൻ
ഓൺലി വൺ ഡിറക്ഷൻ, ഒരു ഭാഗത്തേക്ക് മാത്രം ചലനം. അത് പിന്നെ നമ്മൾ എന്തായാലും തെറ്റിക്കൂല. അതാ ഇത് ഒരു ഭാഗത്തേക്ക് മാത്രം. അത് ഏത് ജോയിന്റാ? പറ. ഹിഞ്ച് ജോയിന്റ്. എന്ത് ജോയിന്റ് ആണ്? ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റിന്റെ മലയാളം എന്താ? വിജാഗിരി സന്ധി. എന്ത് സന്ധി? വിജാഗിരി സന്ധി. ഓക്കെ. അടുത്തത് എന്താ? ഇനേബിൾസ് മൂവ്മെന്റ് ഇൻ ഓൾ ഡിറക്ഷൻ, എല്ലാ ഭാഗത്തേക്കും ചലനം. ഇത് ഡിഫറെന്റ് ഡിറക്ഷൻ ആകുമ്പോൾ എന്താണ്? പിവറ്റ് ജോയിന്റ്. പക്ഷെ ഓൾ ഡിറക്ഷൻ ആകുമ്പോൾ അതാ കണ്ടോ, പറയൂ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. എന്താണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്? കണ്ടത് ഇത് എല്ലാ ഭാഗത്തേക്കും പറ്റും. ഇതാ ഇങ്ങോട്ട് പറ്റും, എങ്ങോട്ടും പറ്റും. ഓഹോ, എന്നാ പക്ഷേ നേരെ മറിച്ച് ഇതങ്ങനെ പറ്റും. ഇത് ഇങ്ങോട്ട് പറ്റും. പക്ഷെ ബാക്ക് ഇത് തിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ബാക്ക് പറ്റൂല. ഓക്കെ, അപ്പൊ അതാണ് പിവറ്റ് ജോയിന്റ്. ഡിഫറെന്റ് ഡിറക്ഷൻ. ഓൾ ഡിറക്ഷൻ വന്നാൽ ഡിഫറെന്റ് ഡിറക്ഷൻ വന്നാൽ പിവറ്റ് ജോയിന്റ്. ഓൾ ഡിറക്ഷൻ വന്നാൽ ഒന്നും ചിന്തിക്കരുത്. നോ വറി, നോ ടെൻഷൻ, നോ പേടി. നേരെ കുത്ത. എന്താണ്? വേഗം പറയും. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഞാൻ വേറൊരു മാജിക് കാണിച്ചില്ല. എങ്ങനെയുണ്ട്? ഓക്കെ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. മലയാളത്തിൽ ഇതിന് ഗോളര സന്ധി എന്ന് പറയും. ഗോളര സന്ധി. ഇനി ലാസ്റ്റ് ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഗ്ലൈഡിംഗ് ലൈക്ക് മൂവ്മെന്റ്, തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനം, അത് സാധ്യമാക്കുന്ന ജോയിന്റ് ഏതാ? തെന്നി നീങ്ങുന്ന സന്ധി. പേര് തന്നെ ഉണ്ട്, തെന്നി നീങ്ങുന്ന സന്ധി. അതാണ് തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്നത്. തെന്നി നീങ്ങുന്ന സന്ധി അല്ലെങ്കിൽ ഗ്ലൈഡിംഗ് ജോയിന്റ്. അതാണ് ഗ്ലൈഡിംഗ് ലൈക്ക് മൂവ്മെന്റ് സാധ്യമാക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ വന്നത്, ഗ്ലൈഡിംഗ് ജോയിന്റ്. ഓക്കെ, ഇതിന് ഉദാഹരണം എന്താ? അത് പറഞ്ഞാണ് ആംഗിളും റിസ്റ്റും, കൈക്കുഴയും കാൽക്കുഴയും. ഹാപ്പി അല്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാ പോയിന്റും പഠിച്ചില്ലേ? 4 ജോയിന്റുകൾ, 4 ജോയിന്റിന് ഉദാഹരണം പഠിച്ചു. പിന്നെ അതിൻ്റെ മൂവ്മെന്റും പഠിച്ചു. മൂവ്മെന്റിന് ഓൺലി വൺ ഡിറക്ഷൻ ആണെങ്കിൽ ഹിഞ്ച് ജോയിന്റ്, ഓൾ ഡിറക്ഷൻ ആണെങ്കിൽ എന്താണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഡിഫറെന്റ് ഡിറക്ഷൻ ആണെങ്കിൽ പിവറ്റ് ജോയിന്റ്, ഗ്ലൈഡിംഗിലേക്ക് മൂവ്മെന്റ് ആണെങ്കിൽ ഗ്ലൈഡിംഗ് ജോയിന്റ്. ഓക്കെ, ഗ്ലൈഡിംഗ് ജോയിന്റിന് ഉദാഹരണം ആംഗിളും റിസ്റ്റും. ഹിഞ്ച് ജോയിന്റിന് ഉദാഹരണം എൽബോ, നീ, കൈമുട്ട്, കാൽമുട്ട്. പിന്നെ പിവറ്റ് ജോയിന്റിന് ഉദാഹരണം ഇവിടുത്തെ വെർട്ടിബ്രയും സ്കള്ളും കൂടിച്ചേരുന്ന ഭാഗം. പിന്നെ ബോൾ ആൻഡ് സോക്കറ്റ് ഗോളര സന്ധിക്ക് ഉദാഹരണം എന്താ? ഷോൾഡർ ജോയിന്റ്, ഹിപ്പ് ജോയിന്റ്. ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേടാ? താങ്ക് യു.